എല്ലാവർക്കും ഒരു ഹായോ പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 129 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ചെയ്യുവാൻ 3000 വേണി ഫ്രെയിം അതെടുത്തു. അതറിയാതുള്ള പുറത്തുള്ള ആൾക്കാർ അഗ്രസീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെ എതിർക്കാനായിട്ട് നിൽക്കുകയാണ് ഷുവാൻ. ബാക്കിയുള്ളവരും കുറേ ഓടിപ്പോയി. അപ്പോൾ ഷുവാൻ നിർത്തുക, അധികം ട്രബിൾ ആകണ്ട. അപ്പോഴേക്കും അത് നോർമലായിട്ട് ഇല്ലാതായി. അതായത് ശിവന്റെ ഉള്ളിലേക്ക് പോയി. അങ്ങോട്ട് ശിവൻ വരികയാണ്. അവനെ കണ്ട് ഹാപ്പിയായി. അവൻ ജീവനോടെ തിരിച്ചു വന്നത് കൊണ്ട് അതിശയവും. സിയ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവന് കുഴപ്പമില്ലെന്ന്. ഡ്രാഗൺ സീല് കള്ളം പറയില്ല. ടൈൻഹോ തന്നെ കുറച്ച് വിഷയാൻ പേടിച്ചതിനെ കളഞ്ഞ് ടെൻഷൻ ആയതോ. ശിവൻ സോറ് പറയുന്നുണ്ട്, വറിയിടാക്കിയല്ലേ. അങ്ങോട്ട് ശിവൻ വന്ന് 3000 വേണി ഫ്ലെയിമല്ലേ. ശിവൻ അതിനെ അത് തിരിച്ചു ചോദിക്കില്ലല്ലോ അല്ലേ. ഇല്ല എന്നാ നമുക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്തത്. അവൻ ജീവനോടെ വന്നതിലാണ് ഹാപ്പി. അല്ലായിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ അതൊരു വലിയ തന്നെ പ്രശ്നമായതിന്. ശിവാനിയപ്പോൾ അവനവിടെ നിന്ന ടൈമിൽ അവൻ്റെ മാസ്റ്ററിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറച്ച് ക്ലൂ കിട്ടി. ഷെയ്ഡഡ് സിറ്റിയിലാണ് യാവുലോകം ഉള്ളതെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുമ്പോൾ ടൈമിൽ എന്നാൽ അത് അത്രത്തോളം കൺഫേം ആണെന്ന് അറിയില്ല. അതിന് ടൈം വേണം. ശിവാൻ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ അവനോട് പറയുന്നുണ്ട്. ഗ്രേറ്റ് ആയ ആൽക്കമിസ്റ്റാണ്. സോൾഹോൾ അവനെ ഒന്നും ചെയ്യില്ല. കാരണം മുൻപ് ഒരു എപ്പിസോഡ് പറഞ്ഞല്ലേ എന്തോ ഒരു പിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. ശിവൻ മനസ്സിലായി, ടീച്ചർ നിങ്ങളുടെ ഈ അവസ്ഥയിലെത്തിച്ച സോൾഹാളിനെ ഇതിന് 1000 ഇരട്ടിയെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ടൈമിംഗ് സെറ്റ് അവിടെയാണ് കാണിക്കുന്നത്. അവിടെ ഈച്ചൻ എന്നൊരാളുണ്ട്. അവനായിരുന്ന ടൈമിംഗ് സെറ്റിലെ ഗ്രേറ്റ് ഡിസിപ്പിൾ ആണ്. അതുപോലെ സ്ട്രെങ്ത് അവരുടെ സെറ്റിലെ തന്നെ ഏറ്റവും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്പിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും മര്യാദ എൽഡേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. അവിടെ ഷോമിംഗ് സെറ്റിലുള്ള മാസ്റ്റർ ചെൻ ടിയാനോ അങ്ങനെ എന്തോപേരുള്ള റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കണം. ഇതായിരുന്ന ഷോമി സെക്ട് ലീഡറാണ്. മറ്റേ ചെൻഷിയൻ അവന്റെ അച്ഛനാണ്. അത് അയാളുടെ മകനെ കൊന്നത് സോൾഹാളാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഈച്ചൻ സോൾഹാളിന്റെ അലയൻസായി എന്നത് പറയണം. അത് കേട്ട് ഷോക്കായി പോയി. അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അയാളുടെ മകനെ കൊന്നത് സോൾഹാളാണെന്ന് അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കാനാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനെ അങ്ങനെ ആക്കിയത് ഒരുത്തുണ്ടല്ലോ. അവന്റെ പേരെന്താണ്, ഷിയോയൻ. അവൻ കാരണമാണ് അയാളുടെ മകൻ ഡെട്ടായത്. അല്ലായിരുന്നെങ്കിൽ സോൾഹാളിന്റെ അറ്റാക്ക് അവന് തടയാമായിരുന്നു. അതല്ല ഷോമിംഗ് സെറ്റ് ഇങ്ങനെ പോകുന്നത് ടൈമിംഗ് സെറ്റിന്റെ ആയതുകൊണ്ടാണ്. അതിന് സോൾഹാളിന്റെ സപ്പോർട്ടുണ്ട്. അയാളെ സോൾഹാളിലെ മൂഗുവിനെ പരിചയപ്പെടുത്താൻ കോമ്പൻസേഷൻ അത് തരാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശിവനെ കൊല്ലാൻ അല്ലാതെ വേറെ വഴിയില്ല. അതിനെറ്റി പോയി. അത് കഴിഞ്ഞ് ശിവൻ അവൻ്റെ ഹൗസ് അങ്ങ് പീക്ക് ലെവൽ എത്തിയതുകൊണ്ട് തന്നെ റെഡ് ഫയർ ഉപയോഗിച്ച് അവൻ ഗോഡ് സീൽ ടെക്നിക്കിലെ പുതിയ സ്കില്ല് അത് ട്രെയിനിങ് ചെയ്യുകയാണ്. ലാൻഡ് സീല് എന്നൊരു ടെക്നിക്കാണ്. അതിന് മുഴുവൻ പേരുണ്ട് ഓവർ ട്രെയിനിങ് ലാൻഡ് സീല്. അത് വെച്ച് ടൈൻഹുവിനെ നോക്കുന്നുണ്ട്. ടൈൻഹുവിനോട് നിന്റെ കൾട്ടിവേഷൻ സ്പീഡ് വളരെ ഫാസ്റ്റ് ആണ്. ഗോഡ് സീൽ ടെക്നിക്ക് ഫയർ, സ്ട്രെയിഞ്ച് ആയ ഹെവലി ഫയർ, ലോട്ടസ് നിന്റെ മുഴുവൻ സ്ട്രെങ്ത് വെച്ച് ഒരു നോർമൽ ഡൗസിന് പോലും എതിർക്കാൻ കഴിയില്ല. അവൻ കോംപ്ലിമെന്റ് മതി എന്ന് പറയുകയാണ്. അതുപോലെ ഇഷ്യാന്റെ അവളുടെ ഡൗസൺ 3 സ്റ്റാർ ആയി. 1 വർഷത്തിനുള്ളിൽ തന്നെ ടൈൻഹു ഡൗസൺ 1 സ്റ്റാർ അത് സ്റ്റേബിൾ ആകും. എന്ന് ഈശ്വൻ 2 സ്റ്റാറിലേക്ക് എത്തുമ്പോൾ പഴയ പവർ തിരിച്ചു കിട്ടും എന്നാണ് പ്രതീക്ഷ. എന്നാൽ ടൈൻഹു അത് അത്ര എളുപ്പമല്ല. ശിവനതിന് ഒരു നോർമൽ ആൾക്കൊക്കെ അങ്ങനെയൊക്കെ എന്നാൽ ഒരു ലെവലേക്ക് ആൾക്കമിസ്റ്റ് ഉള്ളത് ഓർക്കണം എന്ന് പറഞ്ഞൊരു പിൽസ് കൊടുക്കുന്നുണ്ട്. സിയ ഹാപ്പി എന്ന ആൾക്കല്ല, ഇത് ഗ്രീൻ ഫംഗസ് പില്ലാണ്. അത് വെച്ച് പഴയ സ്ട്രെങ്ത് തിരിച്ചെടുക്കാൻ കഴിയും. ടൈൻഹുൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് തന്നെ ഇതൊന്നുമില്ല. സിയ ദേശത്തിൽ എനിക്കുള്ളത് എവിടെ, എനിക്ക് വേണ്ട അല്ലാതെ എല്ലാം വേണം. അവൾക്കും കൊടുത്തു, അവൾ ഹാപ്പി. എന്നാൽ ഈ ചോങ് ചില്ലാൻ അവരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഹോമിലേക്ക് പോയി. അവർക്ക് എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ ജിയ മെമ്പറിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് കൊടുത്തു. അവൻ രാത്രി അത് വായിക്കുന്നുണ്ട്. അത് അവന്റെ ഫസ്റ്റ് ബ്രദർ എഴുതിയ ലെറ്ററാണ്. സെൻട്രൽ പ്ലെയിനിൽ നിന്ന് വന്ന ശേഷം എന്തായി എന്നറിയില്ല. ഷിയോ അലയൻസ് നന്നായിട്ട് പോകുന്നുണ്ട്. യൂണിവേഴ്സ മാനേജ് ചെയ്യുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണർ വളരെ വലിയ രീതിയിൽ വളർന്നു. അതുപോലെ തന്നെ ഹൈബോട്ടോങ് 1000 ലെവലിൽ റീച്ചായി. അത് വളരെ വലിയ ഹെൽപ്പാണ്. പിന്നെ ക്യൂൻമോഡീസ് കുറച്ച് ഡേയ്സ് ആയിട്ട് എന്ത് സ്ട്രെയിഞ്ച് ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് ക്യൂൻമോഡീസ് അവിടെ മുകളിലായിട്ടുള്ള ഒരു ഗോളം പോലുള്ള അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. 1 വർഷം മുമ്പ് നടന്നതാണ് പിന്നെ കാണിക്കുന്നത്. ക്യൂൻമോഡീസ് ലെവൽ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കയറി. അങ്ങനെ നിൽക്കാൻ എന്തോന്ന് പറ്റുന്നത്. ഉള്ളിൽ നിന്ന് ഒരു പവർ അല്ലെങ്കിൽ ഒരു എനർജി പുറത്തേക്ക് പോയി ഒരു ഗോളമായിട്ട് മാറി. അത് മാത്രമല്ല അവിടെ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് നാച്ചുറൽ എനർജി അത് ഗോളത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങി. പിന്നെ പ്രസന്റ് അത് നോക്കി നിൽക്കുന്ന ക്യൂൻമോഡീസ് അങ്ങനെ നിൽക്കുകയാണ്. ഗോളം ബ്രേക്കായി. അതിനുള്ളിൽ സ്നേക്കും ഹ്യൂമൻ രൂപത്തിലുള്ള ഒരു ചെറിയ രൂപം. അതെന്താണെന്ന് കാണിച്ചില്ല. അത് പോകെ കൂടുതൽ മനസ്സിലാകും. അത് കണ്ട് ഞെട്ടി. പിന്നെ ശിവൻ പിറ്റേന്ന് വന്നിട്ട് ഈശന് റിപ്ലൈ ലെറ്റർ അത് ഈ ചോങ്ങിനോട് ജിയ മെമ്പറിലേക്ക് അയക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളാണ് അങ്ങോട്ട് ഒരാൾ വന്നിട്ട് ഷോമിംഗ് സെറ്റിലുള്ള ചെൻറ്റിയാൻ വന്നിട്ടുണ്ട്. ശിവനെ വിളിച്ച് പ്രശ്നമുണ്ടാക്കാനാണ്. ഈ സമയത്ത് അവിടെ ശിവൻ പുറത്തോടാ എൻ്റെ മാനെ കൊന്ന് റിവൻ ചെയ്യാൻ വന്നതാണ്, നീ വരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉള്ളവർ ഇത് ഷോമിംഗ് സെറ്റിൽ ഇത് പ്രശ്നമാകും എന്നൊക്കെ. ശിവലിംഗ് വന്നിട്ട്
നീ ലീഡറല്ലേ, നിനക്കിപ്പോൾ പിൽസ്പാഗോഡിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ കാര്യം ചോദിക്കുമ്പോൾ ശിവൻ അയാളുടെ മകനെ കൊല്ലാൻ കാരണമായി. അവനെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. നീ എന്താ പിൽസ്പാഗോഡ് ഇത് തന്നെ സമ്മതിക്കുന്നു? പിൽസ്പാഗോഡ് എന്ത് ഗാംഭീര്യമുള്ള പേരാ എന്ന് പറഞ്ഞ് ഈച്ചൻ ആരടാ ഈ സോൾജേഴ്സും വഴിവുകാർക്കൊക്കെ ഇവിടെ വന്ന് പറയാനുള്ള അധികാരം? അത് കേട്ട് അപമാനമായി പോയി. എൻ്റെ അണ്ടറിലാണ് ഷോമാക് സെറ്റ്, അത് ഈച്ചനാണ് എന്നോട് പറയുമ്പോൾ അത് കേട്ട് ഈച്ചന് ടൈമിങ് സെറ്റ് അടുത്ത ലീഡർ എന്നൊക്കെ സംസാരം. അതുപോലെ അവൻ ഫോർബിഡൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രോങ് ആയി. ബ്രദേഴ്സിനെ കൊന്ന് അവരുടെ ബ്ലഡ് എടുത്ത് കൾട്ടിവേഷൻ ചെയ്തു എന്ന റൂമറും കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവനെ കേട്ടിട്ട് ഇതിൻ്റെ ഫാമിലി മാറ്ററാണ്, റിവഞ്ച് ഓർ ഡെത്ത്, ഇതിൽ പിൽസ്പാഗോഡ് ഇടപെടണോ എന്ന ടൈമിംഗ് സെറ്റിന് ഇടപെടാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഷോമാക് സെറ്റിൻ്റെയാണ് ടൈമിംഗ് സെറ്റ്, അതുകൊണ്ട് തന്നെ ഇടപെടാം. അവനെ തന്നില്ലെങ്കിലും നമ്മൾ വെക്കൊള്ളാം, പക്ഷെ സോൾ ഹാളിൻ്റെ അടുത്തേക്കായിരിക്കും ഫോഴ്സ് ആയിട്ട് വരും. അത് കേട്ട് ഞെട്ടി. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അവനെ വിളിക്കുക, അവനിലെ ചാമ്പ്യൻ ഞാൻ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യുക. അത് കേട്ട് അവനെ ചലഞ്ചിനാണ് വിളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആൾറെഡി ഒരുപാട് റൂമറുണ്ട് ചെയ്യാൻ ഒരു വെറും ഒരു ആൾക്കമിസ്റ്റ് ആണല്ലോ എന്നാണല്ലോ എല്ലാവർക്കും അറിയാവുന്നത് എന്നതാണ്. ബാക്കിയുള്ളവരുടെ ഷോ എന്താ നിങ്ങൾ പറയുന്നില്ലേ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അങ്ങോട്ട് ചെയ്യാൻ വന്നിട്ട് പിൽസ്പാഗോയുടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അത് ഞാൻ കാരണം ഇല്ലാതാക്കുന്നില്ല. ആൾക്കാർ ചിരിക്കുന്ന ആ ചലഞ്ചിന് ഓക്കെയാണ്. അയാളെ പോയിട്ട് മകനെ നീ കാരണമാണ് ഡെഡായത് എന്നൊക്കെ പറയുമ്പോൾ ഓ മതി, ഞാൻ കാരണമാണ് നിങ്ങളുടെ മകൻ ഡെഡായ, ഫൈറ്റിന് ഇവിടെ സൂട്ടബിൾ ഇല്ല, ഫോളോ മീ എന്ന് കൂളായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. അവിടെ ചാമ്പ്യൻ ശിവൻ ടൈമിംഗ് സെറ്റിലെ ഈച്ചനായിട്ട് റൈറ്റ് ആയ പ്ലേസിൽ വന്ന് ഫൈറ്റിനായിട്ട് നിൽക്കണം, ഇത് വളരെ റെയറാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈച്ചൻ എന്തൊക്കെയാണ് പറയുന്നത്. അതായിട്ട് ഡയലോഗ് നിർത്ത്, നിനക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞ് ശിവൻ അവന് വരുന്നു. പിന്നെ അവരുടെ ഫൈറ്റ് തുടങ്ങി. ഇപ്പം മറിയുന്ന രീതിയിലാണ് വന്നത് എന്ന് ശിവനെ ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ശിവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് ലൈറ്റനിങ് വെച്ച് മാറി. പിന്നെ എന്തൊക്കെ ഒരു സ്കിൽ യൂസ് ചെയ്ത് ശിവനെ ട്രാപ്പാക്കി വരുന്നു. നിന്റെ ഫ്ലഷും ബ്ലഡും ഇല്ല എന്നെ എടുക്കുക, ഹ എന്നൊക്കെ ചിരി. എന്നാ പോരാ, അത് റെഡ് ഫ്ലെയിം വെച്ച് തന്നെ ഇല്ലാതാക്കി. അവന്റെ കയ്യിൽ ഫ്ലെയിമായി. ഇതെന്ത് സ്ട്രേഞ്ച് ഫ്ലെയിമാണ് എന്ന് പറഞ്ഞു അവനെ ഷോക്ക്. എല്ലാവരും ശിവനെ സപ്പോർട്ട്. ഇനി എൻ്റെ റിയൽ സ്കില്ല് കാണും എന്ന് പറഞ്ഞ അവൻ സ്പേസിലൂടെ ഒരുപാട് സോഡ് അല്ലെങ്കിൽ സ്പിയറും സോഡൊക്കെ എടുത്ത് അവനെ നേരെ വിട്ടു. ശിവൻ ആദ്യമേ അതെല്ലാം തട്ടിയേറ്റ് പോവുകയാണ്. അവനെ ഇപ്പോൾ തന്നെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിറക്കെ വരുന്നുണ്ട്, മാറി പോകുന്നുണ്ട്. കൂടെ ഒരുപാട് സോഡ് വെച്ച് അറ്റാക്ക്. ഈച്ചൻ്റെ ബ്ലഡാണ് കൾട്ടിവേഷൻ, ഒരു തരത്തിൽ അതൊരു ഈവിൾ സോൾ മാസ്റ്റർ, ഈവിൾ ടെക്നിക് കൂടിയാണ്. ശിവൻ അത് കയ്യിലെടുത്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കൂടെ റെഡ് ഫ്ലെയിം കൂടി ചേർത്ത് അത് എതിർക്കാൻ പാടുപെടുന്നു. അതിൻ്റെ ബായിൽ നിന്ന് ബ്ലഡ് വരെ വന്ന് അടിച്ച് തീർപ്പിച്ചോളാനും അവർ ഹാപ്പി. ഒരാൾക്കൻസിന് ഇത്രയും കോമ്പാറ്റ് പവർ ഉണ്ടെന്ന് വിചാരിച്ചില്ല. അങ്ങനെ നിലയ്ക്കാണ് ഞാൻ നിന്റെ മുൻപിൽ തോക്കുന്നെന്ന് വിചാരിക്കേണ്ട. ടൈമിംഗ് സുരഹാൻഡി എന്നൊരു സ്കില്ല് അത് ഉപയോഗിക്കണം. പിറകിലായിട്ടൊരു രൂപം ഇപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയത് എന്ന് പറഞ്ഞിട്ട് അവനെടുക്കുന്ന ശിവൻ അവൻ്റെ ഗോഡ് സീൽ ടെക്നിയിലെ 3 മൗണ്ടൻ സീലും സീ ഫ്ലിപ്പിംഗ് സീലും പുതിയതായിട്ട് പഠിച്ച ലാൻഡ് സെല്ലും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത ഒരു ടെക്നിക്ക് അത് വിട്ടുന്നു. അതുകൊണ്ട് അവൻ പോലും അതിൻ്റെ ഔറ പോലും ടെർഫിയായിരുന്നു. അതുകൊണ്ട് ഷോക്കായി പോയി. അതിന് മുൻപിൽ അവൻ്റെ സ്കില്ല് ഒന്നും അല്ലാത്ത പോലെ. എനിക്ക് അതിനെ എതിർക്കാനായിട്ട് നോക്കി കുറച്ചു നേരം മാത്രമേ കഴിഞ്ഞുള്ളൂ. ചെയ്യാൻ കുറച്ചുകൂടി പ്രഷർ കൊടുത്തോടെ അതും പൊട്ടിച്ച് അവനെ പറ്റിച്ച് മലയിൽ ചെന്ന് ഇടിച്ചു. അതിനവിടെ നോക്കൗട്ട്. ഈച്ചനെ തോൽപ്പിച്ചത് കൊണ്ട് ഷോക്കായിട്ട് നിൽക്കാണ് ബാക്കിയുള്ളവർ. ടീം ഹാപ്പി. എന്നാൽ എൻ്റെ മകനെ കൊന്നാലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ സ്പേസും തുറന്ന് ശുവാനി വന്ന് ഒറ്റയാട്ടി. പിൽസ്പാഗോടെ അറിയാൻ ആൾക്കമിസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ നമ്മുടെ എനിമിയാകാൻ? അങ്ങോട്ട് വന്ന് നിൽക്കണം 5000 പേര്. അതുകൊണ്ടിട്ട് ഇത് നടക്കുന്ന കാര്യമില്ല. ശിവൻ നിന്നെ നോക്കിയോ, നീ ഇവിടുന്ന് പുറത്തിറങ്ങാതിരുന്നു, അതാണ് നിനക്ക് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പോയി അടിവാങ്ങിയ ഈച്ചന് നിന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ശിവാനിയോട് നന്ദി പറയുമ്പോൾ ഇങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ വീട്ടിൻ്റെ പിറകിൽ വന്ന കുട്ടികൊണ്ടാണ് ഞാൻ പോയേ, നീ ആലോചന പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ഡിസിബിൾ എന്ന് ശിവാനി അവനോട് വരാനായിട്ട് പറയുന്നത്. അവർ എവിടെയാണോ നിന്റെ മാസ്റ്ററിനെ എന്തോ കണ്ടുപിടിച്ചു എന്തോ പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ ചെയ്യാവുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.